അപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. എന്തായാലും നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതുവരെ ആദർശ് മനസ്സറിഞ്ഞ ഒരു കാര്യവും ചെയ്തിട്ടില്ല. കാരണം തന്റെ അമ്മയെ ഒരിക്കലും വിഷമിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല, അല്ലെങ്കിൽ തന്റെ ഭാര്യകളും തന്റെ അമ്മയ്ക്കാണ് ഒരുപാട് ഇമ്പോർട്ടൻസ് എന്ന് ആദർശ് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്റെ മുത്തച്ഛനും വേണ്ടി മാത്രമാണ് ആദർശ് നയനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോ ആ ഒരു അഭിനയത്തിൽ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. താൻ അറിയാതെ തന്നെ ഉറക്കത്തിൽ ആദർശം നയനെയും കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതും പിന്നെ അവരുടെ ഒരു പ്രണയ നിമിഷങ്ങളും ഒക്കെ ആദർശ് ഓർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ആരുടെയും സംസാരമോ ഒന്നുമില്ലാതെ, അല്ലെങ്കിൽ ആരും പറഞ്ഞറിയിക്കാതെ തന്നെ നയനയ്ക്ക് വേണ്ടിയിട്ട് തന്റെ അമ്മയെ പോലും എതിർത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആദർശ് തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല നയനയ്ക്ക് ഇപ്പോൾ ചെറിയ ചെറിയ സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ആദർശ് ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും ഇനി ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ആദർശിന്റെ നയനയുടെയും ജീവിതങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ കരുക്കളായിരിക്കും ഇനി ദേവയാനിയും ജലജയൊക്കെ ഒരുക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യത്തെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വലിയൊരു പ്രശ്നത്തിലാണ് ആദർശം നന്ദുവും നമ്മുടെ അനിയും ചെന്ന് കുടുങ്ങിയിരിക്കുന്നത്. കാരണം അനി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയും തനിക്ക് ആ ഒരു കല്യാണത്തിന് താല്പര്യമില്ലാത്ത രീതിയിൽ, പക്ഷെ നേരെ പറയാതെ വളഞ്ഞ രീതിയിൽ ആദർശിനോട് പറയുന്നുണ്ട്. അപ്പൊ ആദർശ് അനിയോട് പറഞ്ഞ ഒരു കാര്യമാണ്, ഇപ്പോൾ നിന്റെ ജീവിതം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കുഞ്ഞുനാൾ മുതലേ നമ്മൾ അത്രത്തോളം ഹാപ്പി ആയിട്ട് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടാണ് നമ്മൾ വളർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ സന്തോഷമായിട്ട് ഇരിക്കണമെന്ന്, നിന്റെ ജീവിതം നല്ലതുപോലെ പോകണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും വീട്ടുകാർക്കും ഒക്കെ ആ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ ആയിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുത്. നിന്റെ മനസ്സിൽ എന്തെങ്കിലും കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ നീ മായ്ച്ചു കളയണം, വേറെ പ്രശ്നത്തിലൊന്നും ചെന്ന് ചാടരുത് എന്ന് ആദർശ് അനിയെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ തനിക്ക് നന്ദുവിന്റെ കാര്യം പറയാനോ അല്ലെങ്കിൽ അനാമിക എനിക്ക് ഇഷ്ടമില്ല എന്നുള്ള ഒരു കാര്യം ആദർശിനോട് തുറന്നു പറയാനായിട്ടോ എനിക്ക് സാധിക്കുന്നില്ല. ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അനി നിൽക്കുന്നത്. ഈ സമയത്ത് ജലജയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു വമ്പൻ മുട്ടൻ പണി നമ്മുടെ കനക ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ജലജയുടെ ആ ഒരു ക്രീമില് ചില സാധനങ്ങളൊക്കെ നമ്മളെ കനക കലർത്തുകയും അത് തേച്ചിട്ട് വലിയൊരു ചൊറിച്ചിലും പിന്നെ അതിൻ്റെ കൂടെ ഒരു ലോഷനും കൂടി തേച്ചപ്പോൾ കുറച്ച് നീറ്റിലൊക്കെ നമ്മുടെ ജലജയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കനക ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ജലജ ഭയങ്കരമായിട്ട് വന്ന് ദേഷ്യപ്പെട്ട് നിൽക്കുവാണ്. അപ്പോൾ നോക്കിയപ്പോഴാണ് കനക ആ ഒരു കാര്യം കണ്ടത്. ആ ഒരു ലോഷനും കൂടി തേച്ചപ്പോൾ ജലജയുടെ മുഖമൊക്കെ നല്ല പൊള്ളിപ്പോയി. അങ്ങനെ ആ ഒരു നീറ്റിലൊക്കെ കനകയോട് ഒരുപാട് വന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും, പക്ഷെ താൻ അതൊന്നും കണ്ടിട്ട് പോലുമില്ല. ആ ഒരു കാര്യത്തിൽ തനിക്ക് ഒരു പങ്കും ഇല്ലാത്ത രീതിയിൽ കനക സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഈ ഒരു തർക്കങ്ങൾക്കിടയിലാണ് അഭി വരുന്നതും കാര്യം അന്വേഷിക്കുമ്പോൾ കനക പറയുന്നത് അമ്മ ഒരു ക്രീം എടുത്ത് തേച്ചു എന്നും ആ ക്രീം തേച്ചിട്ട് ചൊറിച്ചിൽ വന്നതോട് ഞാനൊരു ലോഷൻ കൊടുത്തു, ലോഷൻ തേച്ചപ്പോൾ പൊള്ളിപ്പോയെന്നാ പറയുന്നേ, പക്ഷെ എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് കനക ഇറങ്ങി പോവാണ്. എന്നാൽ ഈ ഒരു നവ്യയും നയനയും പിന്നെ കനക എല്ലാവരും വന്നിട്ട് ഈ ഒരു കുടുംബം തന്നെ കുട്ടിച്ചോറാക്കാനുള്ള ഒരു തീരുമാനത്തിലാണെന്നുള്ള രീതിയിൽ ജലജയും അഭിയും കൂടി ഭയങ്കര ഒരു ഗൂഢാലോചനയൊക്കെ നടക്കുകയും പിന്നെ എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഒരാളെ കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിലാണ് ജലജ പറഞ്ഞത്, എന്തായാലും നമുക്ക് ആദ്യത്തെ ലക്ഷ്യം നവ്യയുടെ ആ ഒരു കുഞ്ഞിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ആ കുഞ്ഞിനെ നശിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കാം എന്ന് നമ്മുടെ ജലജ അഭിയോട് പറയുകയും അങ്ങനെ ഇതിൽ പ്രകാരം ജലജ തന്നെ അഭിയോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും നയനയെ കൊണ്ടൊരു ജ്യൂസ് അടിപ്പിക്കണം. എന്നിട്ട് ആ ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞ് അവസാനം അഭി ഓരോ കാര്യങ്ങൾ പോയി നയനയോട് പറയുകയും അവസാനം നയന നവ്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആപ്പിൾ ജ്യൂസ് അടിച്ചു കൊടുക്കുവാണ്. അതും പഞ്ചസാര ഇടാത്ത ആപ്പിൾ ജ്യൂസാണ് അടിച്ചു കൊടുത്തത്. അതുകൊണ്ട് സന്തോഷത്തോടെ അഭി ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഇത് ജലജ വാങ്ങിച്ചിട്ട് ഇതിനകത്ത് കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള ഒരു മരുന്ന് കൂടി കലർത്തുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിനകത്ത് ഷൗക്ക് അസ്വസ്ഥതയും വയറുവേദനയൊക്കെ വരും. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ കുഞ്ഞ് മരിച്ചു പോകും എന്നാണ് പ്ലാന്. അങ്ങനെ ജലജ അഭിയും കൂടി ഈ ഒരു മരുന്നൊക്കെ കൊണ്ട് നവ്യക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് നവ്യ കനകയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നവ്യയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നയനയ്ക്ക് എന്തോ ഒരു പേടിയുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു ടെൻഷനുണ്ട് എന്നതിനെ പറ്റി കനക നവ്യയോട് ചോദിക്കുകയും, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല, അത് വെറും തോന്നലാണെന്നൊക്കെയുള്ള സംസാരത്തിന്റെ ഇടയിലാണ് അഭി ഈ ഒരു ജ്യൂസും കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ നവ്യക്ക് ജ്യൂസ് ഒട്ടും വേണ്ട എന്ന് പറയുകയും, പ്രത്യേകിച്ച് ആപ്പിൾ ജ്യൂസ് എനിക്ക് ഇഷ്ടമില്ല, പഞ്ചസാര ഇടാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒട്ടും വേണ്ട എന്നുള്ള രീതിയിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നവ്യ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് അഭി നിനക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ജ്യൂസാണ്, അത് നീ നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അഭിയുടെ കയ്യിൽ നിന്ന് ജ്യൂസ് മേടിച്ച് നവ്യയ്ക്ക് നിർബന്ധിച്ച് കൊടുക്കുവാണ്.
അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇത് കഴിക്കുമ്പോൾ തന്നെ വൊമിറ്റ് ചെയ്യുക, എന്നാലും നോക്കാം എന്നൊക്കെ പറഞ്ഞ് നവ്യ പോകുന്നുണ്ട്. എന്തായാലും തൻ്റെ ആ ഒരു പ്ലാന് സക്സസ് ആയതിൽ ജലജയ്ക്കും അബിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൾക്ക് വയറുവേദനയൊക്കെ വരുമ്പോഴത്തേക്കും നീ തന്നെ പെട്ടെന്ന് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അത് നമുക്ക് ഈ മരുന്ന് തന്ന ഡോക്ടറിനെ തന്നെ കൊണ്ട് കാണിക്കണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ ചെക്കപ്പ് ചെയ്തിട്ട് പറയും കുഞ്ഞ് നശിച്ചു പോയി എന്ന്. അപ്പോൾ നീ ഭയങ്കര ആക്ടിങ് കാണിക്കണം. അപ്പോൾ ഇതിൽ പ്രതികൾ വരാൻ പോകുന്നത് നമ്മളൊന്നും ചെയ്തിട്ടില്ല, കാരണം ജ്യൂസ് അടിച്ചത് അവളുടെ ചേച്ചിയും ജ്യൂസ് കൊടുത്തത് അവളുടെ അമ്മയുമാണ്. അപ്പൊ പിന്നെ അതിൽ നമുക്കൊരു പ്രശ്നവും കാണത്തില്ല. അത് ഈ കുഞ്ഞ് നശിച്ചതോടെ തന്നെ എങ്ങനെയെങ്കിലും അവരെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം. അത് കഴിഞ്ഞിട്ട് നീ തന്നെ ആലോചിച്ച് നോക്കുക, അനി കൊണ്ടുവരാൻ പോകുന്നത് ഒരു വലിയൊരു വീട്ടിലെ വലിയൊരു കോടീശ്വരി ആയിട്ടുള്ള പെൺകുട്ടിയാണ്, അതും അന്തസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നീ കൊണ്ടുവന്നതോ ഇങ്ങനത്തെ ഒരു പെൺകുട്ടിയും. അതുകൊണ്ട് നവ്യ എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഒഴിഞ്ഞിട്ട് നല്ലൊരു പെൺകുട്ടിയെ നോക്കി നിനക്ക് കല്യാണം കഴിച്ച് തരണം. പിന്നെ ആദർശും നയനയും ഉള്ള ജീവിതം അത് അവരെ കാര്യമാണ്, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ജലജ ഓരോ പ്ലാനുകൾ അബിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ആദർശാണെങ്കിൽ തൻ്റെ ഭാര്യയായിട്ടുള്ള നമ്മൾ നയനെ കുറിച്ചുള്ള ഒരു ചിന്തകളിലാണ്. കാരണം ആദർശ് ഒരു സ്വപ്നം കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം, നയന ആദർശിനെ കെട്ടിപ്പിടിക്കുന്നതും പിന്നെ ആ ഒരു പ്രണയ നിമിഷങ്ങളും അവർ ഒരുമിച്ച് ഷവറിൽ പോയി കുളിക്കുന്ന ആ ഒരു സ്വപ്നം കണ്ടിട്ട് ആ ഒരു സ്വപ്നത്തെ കുറിച്ച് തന്നെ ആദർശിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ഗ്യാസ് ഏജൻസി വിളിക്കുന്ന ഒരു നമ്പർ മാറി നയന ആദർശിനെ വിളിക്കുന്നത്. അപ്പോൾ പിന്നീട് മനസ്സിലായത് ഗ്യാസ് ഏജൻസി അല്ല, ആദർശാണ് ഞാൻ വിളിച്ചത് എന്നുള്ളത്. പിന്നെ അവർക്കിടയിലുള്ള സംസാരത്തിന്റെ ഇടയിൽ ആദർശ് ഒരു കാര്യം പറയുന്നുണ്ട്, നീ എന്തായാലും ഞാൻ ഇന്ന് നേരത്തെ വരും, അപ്പം നീ കുളിച്ച് ഒരുങ്ങിയൊക്കെ നിൽക്കണം, നമുക്ക് പുറത്തു പോകാം. അപ്പോൾ പുറത്ത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പുറത്തൊരു ഹോട്ടലിൽ പോയി ഡിന്നറൊക്കെ കഴിച്ചിട്ട് സന്തോഷത്തോടെ വരാം എന്ന് ആദർശ് നയനയോട് പറഞ്ഞിട്ട് കോൾ വെക്കുവാണ്. അങ്ങനെ നയന ഈ ആദർശിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷത്തോടെ ഡാൻസ് ഒക്കെ കളിക്കുന്നത് കണ്ടിട്ട് കനക വന്ന് കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന ഈ ഒരു കാര്യങ്ങൾ പുറത്തു പോകാമെന്ന് പറഞ്ഞതും പിന്നെ ഡിന്നർ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ കനകയോട് പറഞ്ഞിട്ട് സന്തോഷത്തോടെ കയറി പോവാണ്. അപ്പം ഈ ഒരു കാര്യങ്ങൾ കനകയോട് പറയുന്ന ഈ ഒരു സംസാരമെല്ലാം ഒളിഞ്ഞ് ജലജ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ജലജ തന്നെ മനസ്സിൽ പറയുവാണ്, ഇനി എന്തായാലും ഇവളുടെ ഈ ഒരു സന്തോഷം നിലനിൽക്കത്തില്ല, ഈ നയനയുടെയും ആദർശിന്റെയും ഈ ഒരു സന്തോഷത്തോടെയുള്ള ഡിന്നർ ഒന്നും നടക്കാൻ പോകുന്നുമില്ല, അതിനുള്ള വമ്പൻ പണി ഞാൻ തന്നെ ഒരുക്കിക്കോളാം എന്ന് ജലജ തന്നെ മനസ്സിൽ പറയുവാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ആദർശ് ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സറിഞ്ഞ് നയനെ സ്നേഹിച്ച് തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സ്നേഹത്തിനെ വിള്ളൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് ദേവയാനിയും ജലജയും ഒരുമിച്ച് ശ്രമിക്കുമ്പോൾ ആ ഒരു ശ്രമങ്ങളെല്ലാം ആ ഒരു ശ്രമങ്ങളെല്ലാം പൊളിച്ചടുക്കാൻ വേണ്ടിയിട്ട് കനകയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും ഇനി ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതായിരിക്കും. ടാറ്റാ ബൈ.